you love me, also I love if you. ഒരു വ്യക്തിയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഇല്ല, അതൊന്നും വേണ്ട. ആകാശവാണിയിൽ ഇതിലുകൾ എന്ന് പറഞ്ഞൊരു പരിപാടി, ലഘു ചിത്രീകരണ പരിപാടി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രിയദർശന്റെ കൂടെ മോഹൻലാൽ. എന്നിലെ ആ ഒരു ഹ്യൂമർ അത് കൂടുതൽ മാക്സിമം പുറത്തു കൊണ്ടുവരാൻ എന്നെ സഹായിച്ചവരാണ് ഇവരെല്ലാവരും. യാതൊരു സംശയം. ശ്രീനിവാസൻ അതിനകത്ത് ഈ താക്കോലിന്റെ കാര്യം ഫുൾ പ്രിയൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. എല്ലാവരും ചോദിക്കും ഇംപ്രവൈസ് ചെയ്തിട്ടില്ലേ ജഗദീഷ്? ഒന്നും ഇംപ്രവൈസ് ചെയ്തിട്ടില്ല. അഭിനയത്തിൽ മാത്രമേ നമ്മുടെ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളൂ. ഉണ്ണിയപ്പം നന്നായിട്ടുണ്ട്. നമ്മൾ പരസ്പരം നോക്കും അപ്പുറത്തെ ബേക്കറിലെ ഉണ്ണിയപ്പാണ്. സിനിമയിൽ ഇങ്ങനെ ഒന്നും അല്ലല്ലോ. നമ്മളെന്താ ചെയ്യണ്ടേ? ഞാൻ അവിടെയും ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഓപ്പറേഷൻ ഡോക്ടർ പറയാണ് ക്ലോറോഫോം ഇല്ല, സാരമില്ല, ആ റേഷൻ അടിയും കൊണ്ട്. ചിലർക്ക് ആത്മാക്കളുമായി സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കഴിയുന്നു. അത് നമ്മൾ അവരുടെ അടുത്ത് പറയും അതെങ്ങനെ ആരുമായിട്ട് സംസാരിച്ചില്ല. ഫ്രണ്ട്ഷിപ്സ് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ കൂടെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. ഇന്ന് നമ്മൾ സുഖമാണോ സുഖമാണ് സിനിമയുടെ വിശേഷങ്ങളുമായി ആണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡയറക്ടർ അരുൺ ലാൽ, ജഗദീഷ് ഏട്ടൻ, മാത്യു ആൻഡ് ദേവിക. വെൽക്കം ടു ദ ഷോ ഗൈസ്. ഓക്കെ, സുഖമാണോ എന്നുള്ളത് നമ്മൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. പൊതുവെ നമ്മുടെ മലയാളികളുടെ ഒരു കാണുമ്പോൾ സുഖമാണോ അത് ചോദിക്കുമ്പോൾ നമ്മൾ അതെ സുഖമാണ് എന്ന് പറഞ്ഞു വിടുന്ന ഒരു ഇതാണ്. അപ്പൊ എന്താ ചേട്ടാ ഈ പേര് വന്നത് എങ്ങനെയാണ്? ഈ ചോദിച്ച പോലെ തന്നെയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കും. നമ്മുടെ ഈ 3 കഥാപാത്രങ്ങൾ, അതായത് ഐപ്പ്, തീയോ, ചാരു, ഇവരുടെ ലൈഫിലേക്ക് അങ്ങനെ ചോദിക്കാൻ ആൾക്കാരുണ്ടായില്ല. നമ്മളിതിനകത്ത് പറയുന്നൊരു ലോൺലെസ് നമ്മളിതിൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അങ്ങനെ പോകുന്നൊരു ഇതിലാണ്. അപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് പിന്നെ സുഖമാണെന്ന് ചോദിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാകും. ആണ് നമ്മുടെ സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആണ് ആക്ച്വലി ഈ രണ്ട് സുഖമാണോ സുഖമാണ്. ഓക്കെ, ജഗദീഷ് ഏട്ടാ, നമ്മൾ ട്രെയിലർ കണ്ടു, ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ഏട്ടന്റെ ക്യാരക്ടർ എന്താ ജഗദീഷ് ഏട്ടാ അതിനകത്ത്? എന്റെ ക്യാരക്ടറിന്റെ പേര് മാത്രം പറയാം. ബാക്കിയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരു സസ്പെൻസ് മൂവി ഒന്നും അല്ല. പക്ഷെ എന്റെ ക്യാരക്ടറിന്റെ പശ്ചാത്തലം അതൊക്കെ പ്രേക്ഷകർക്ക് ഒരു പുതിയ ലെയറുകൾ ചില സ്റ്റേജിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റാത്തത്. പക്ഷെ ഇയാള് ലൈഫിൽ ഒരു എന്താ പറയുക, നമ്മൾ ഈ സാധാരണ സുഖമാണോ സുഖമാണോ എന്ന് പറയുന്നത് കുറച്ചൊരു ഔപചാരികതയും കൂടിയുണ്ട്. ഇംഗ്ലീഷുകാരനാണെങ്കിൽ ഹൗ ആർ യു, ഹൗ ഡു യു ഡു എന്നൊക്കെ ചോദിക്കും. ഇവിടെ ബന്ധത്തിൻ്റെയും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചില ബന്ധുക്കളെ കാണുമ്പോൾ, ചില സുഹൃത്തുക്കളെ കാണുമ്പോൾ സുഖമായിരിക്കുന്നല്ലോ അല്ലേ, സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെയും കൂടെ ഉണ്ട്. ഔപചാരികതയുടെ സുഖമാണോ ചോദ്യമുണ്ട്, റിയൽ സ്നേഹത്തിൻ്റെ ഉണ്ട്. ഈ റിയൽ സ്നേഹത്തിൻ്റെ മിസ്സായിട്ടുള്ള ചില ക്യാരക്ടേഴ്സാണ് ഈ പടത്തിൽ വരുന്നത്. അവർക്ക് റിയൽ സ്നേഹം കിട്ടിയിട്ടില്ല, എന്നാൽ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് സർക്കിൾസിൽ നിന്നും സ്നേഹം കിട്ടുന്നുണ്ട്. ഇത്രയും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയാം. ഐപ്പ് ചില സ്ഥലങ്ങളിൽ ഐപ്പിന് നിഷേധിക്കപ്പെട്ട സ്നേഹം ഐപ്പിന് വേറെ ചില സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. അത്രയും സൂചന ഞാൻ തരാം. മാത്യുവിന്റെ റോൾ എന്താ? മാത്യുവിന്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, അതിന്റെ താഴത്തെ കമന്റ്സ് ആണ് ഭയങ്കര മാത്യു ഫാൻസ് ആണ്. അതായത് മാത്യു ഇസ് ബാക്ക്, മാത്യു 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 കുറെ ഫയർ ഒക്കെ ആയിട്ട് മാത്യു കാണാറുണ്ട് കമന്റ്സ് ഒക്കെ. അതായത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഭയങ്കര എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് മാത്യുവിന്റെ ഒരു അടിപൊളി സിനിമ എന്നുള്ള രീതിയിൽ. അല്ല, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. സന്തോഷം എന്താ പറയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. കാരണം നമുക്കുണ്ടാകുന്ന ഓരോ താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അടുത്ത സിനിമ വരുമ്പോഴും അവർ എക്സ്പെക്റ്റഡ് ആണ്. പ്രേക്ഷകർ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ, എത്രയാണെങ്കിലും അത് ഒരാളാണെങ്കിൽ പോലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഒരു എന്താ പറയാ, നന്ദി ഉണ്ട് അതിനോട്. ഒരുക്കി തന്ന ഡയറക്ടേഴ്സിനും എല്ലാവരോടും ഒക്കെ ഒരു വലിയ നന്ദി. ക്യാരക്ടർ എന്താണ്? അപ്പോ ടിയോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ടിയോനെ സംബന്ധിച്ചോളം
ചെറുപ്പം മുതലേ പല പല കാരണങ്ങളാൽ അവന്റെ ജീവിതത്തിൽ ആരും ഇല്ല. അത് പല പല സിറ്റുവേഷൻസ് പറഞ്ഞ വലിയ കാര്യങ്ങളൊന്നും അല്ല, പുറമേ നോക്കുമ്പോൾ ചെറിയ കാര്യം, പക്ഷെ അവനെ സംബന്ധിച്ചോളം അത് ഭയങ്കര വലിയ വലിയ മുറിവുകളാണ്. അത് ഒരു തരത്തിലും ഇവന് എന്താ ഇത് ചെയ്യാൻ പറ്റാത്ത മുറിവുകളാണ്, പരിഹരിക്കാൻ പറ്റാത്ത മുറിവുകളാണ്. അപ്പൊ അവൻ അതിനെങ്ങനെയാണ് അവനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അവൻ്റെതായ രീതികളിൽ ഈ പറഞ്ഞ ലോൺലിനെസ്സിൽ അവൻ ആലോചിച്ച് അവൻ അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം നേടാന്നൊക്കെ ഉള്ള രീതിയിൽ പരിഹാരം ഉണ്ടാക്കി അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ട്രാവലാണ്. അതിന്റെ ഇടയിൽ വളരെയധികം കുറച്ച് റിയൽ കണക്ഷൻസ് ഉണ്ടാവും, അതാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജേർണിയാണ്. ആരും ഇല്ലാത്ത ഒരാളിൽ നിന്ന് വളരെ അടുത്തൊരു രണ്ടുപേരെ കിട്ടുകയും അതുണ്ടാവുന്ന മാറ്റങ്ങളും അവൻ എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നതും എങ്ങനെയാണ് ഇവര് അവനെ സഹായിക്കുന്നതെന്നൊക്കെ ഉള്ളതിന്റെ ഒരു പരിപാടിയാണ്. മാത്തിന്റെ ലുക്ക് ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ചെയ്യുന്ന ഒരു സിനിമയുടെ പോലീസുകാരനായിട്ടാണോ? ക്യാച്ച് ചെയ്തു. ഓക്കെ, പുതിയ സിനിമയ്ക്ക് വേണ്ടിയല്ലേ? പേടിയായിരുന്നു ആദ്യം എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോഴേ. ഞാൻ പ്രായം കുറഞ്ഞ പോലീസുകാരെന്ന് പറഞ്ഞാൽ ബേസിക്കലി CPOമാരൊക്കെ ഉണ്ട് 21-22 വയസ്സിലൊക്കെ. അപ്പൊ എന്നാലും ഞാൻ മറ്റേ ദൈവമേന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തു. ഫസ്റ്റ് ഡേ ഷൂട്ടൊക്കെ ചെയ്തപ്പോ അവിടെ പോലീസുകാരുണ്ട് ആക്ച്വലി നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ അവര് വന്ന് പറഞ്ഞപ്പോഴൊരു സമാധാനം. ദേവിക ക്യാരക്ടർ എന്താണ്? ദേവിക ആഫ്റ്റർ 2 years ആണ് വരുന്നത് അല്ലേ? ആഫ്റ്റർ 2 years ആയില്ലേ? 2024 ആയിരുന്നു തോന്നല്ലേ? സോ അപ്പൊ ഈ ഒരു സിനിമ അതായത് നമ്മൾ കാത്തിരിക്കായിരുന്നോ നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി, അതോ ഒരു ബ്രേക്ക് എടുത്തായിരുന്നോ? അങ്ങനെ പ്ലാൻഡ് ബ്രേക്ക് അല്ലായിരുന്നു. എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ടു മൂവീസ് ആൻഡ് പഠിക്കണം എന്നുള്ളതായിരുന്നു. അത് ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഞാൻ പ്രകാശം ചെയ്യുന്നത്. അപ്പം മുതലേ സ്കൂളിൽ പോവാതെ അല്ലെങ്കിൽ കോളേജിൽ പോവാതെ മൂവി ചെയ്യേണ്ട തന്നെയായിരുന്നു അപ്പോഴേ മനസ്സിലാവും. അപ്പൊ മോള് കുറച്ചും കൂടെ അക്കാദമിക്സിലേക്കും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, ഞാൻ പ്രകാശം കഴിഞ്ഞു, അണ്ടർ ഗ്രാഡ് കഴിഞ്ഞു, ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുക. അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് എടുത്ത ബ്രേക്ക് അല്ല, നല്ല കഥ വരുമ്പം ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അരുൺചേട്ടനെ വിളിച്ചത്. ഭയങ്കര ഇൻട്രീഗിങ് ആയിരുന്നു ആദ്യം കേട്ടപ്പോൾ തന്നെ. ഒരു ക്യാരക്ടറിൻ്റെ മോട്ടീവും ആ ക്യാരക്ടറിൻ്റെ ജേർണിയും എനിക്ക് ഭയങ്കര കമ്പല്ലിങ്. ഒരു പടം ആസ് ഇറ്റ് ഈസ് പടത്തിൻ്റെ സ്റ്റോറി ലൈൻ അതൊക്കെ ഒബ്വിയസ്ലി അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാരക്ടറിൻ്റെ മോട്ടീവ് എന്താ, വാട്ട് മേക്സ് ദം ഹൂ ദേ ആർ, എന്നിട്ട് അവരെന്തിനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് കേട്ടപ്പോഴേ. അപ്പം പ്രൈമറിലി എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം ആൻഡ് അമേസിങ് കാസ്റ്റ് കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം നിങ്ങളുടെ കുറച്ച് എല്ലാരും എന്താ പറയാ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്, ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ കൂടെ കോമ്പോ ആദ്യമായിട്ട് വരികയാണ്. എല്ലാരും ആദ്യമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഒരു സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടായി. 1ൽ ഞങ്ങൾ ദേശേട്ടനുണ്ട്, ഞാനുണ്ട്, പക്ഷെ നമ്മളൊരു സീനിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഇപ്പൊ ദേവിക്കും ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻസ് വൈസും ഭയങ്കര ഫ്രഷ് ബാക്കി ക്യാരക്ടേഴ്സ് ആണ്. നോബി ചേട്ടനുണ്ട്, പിന്നെ ഞങ്ങളാണെങ്കിൽ ജഗദീഷ് ചേട്ടനെ നോക്കിയിരിക്കായിരുന്നു ഒരു സംശയം ചോദിക്കാനായിട്ട്. ജഗദീഷ് ചേട്ടാ, ഈ പ്രൊഡ്യൂസറുടെ പേര് ഗൗരവ് കഴിഞ്ഞിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? ഗൗരവ് ചനാന. പുള്ളി മുംബൈയിൽ നിന്നാണ്, അപ്പൊ നോർത്ത് ഇന്ത്യനാണ്. അപ്പം ഈ ആഡ് ഫിലിം ആ ഫീൽഡിലുള്ള ആളാണ്. പുള്ളിയുടെ ആദ്യത്തെ ലൂസിഫർ സർക്കസ്. സോ ഈ സിനിമ ഇറങ്ങുന്നത് February 13 ഗൈസ്. അപ്പൊ എന്താണ് February 14 പൊതുവെ എന്തായിരിക്കും നിങ്ങളുടെ പ്ലാൻസ്? വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് പൊതുവെ എങ്ങനെയാണെന്ന് അറിയാം. കഴിഞ്ഞ വർഷത്തെ ഫേമസ് റീല് ജഗദീഷ് ചേട്ടന്റെ ഇഫ് യു ലവ് മീ ഐ ലവ് യു ഇഫ് യു ആ സാധനമില്ലേ, ഇഫ് യു ലവ് മീ ഓൾസോ ഐ ലവ് ഇഫ് യു എന്ന് രാജുവേട്ടൻ എന്നുള്ളത്. രാജു വേട്ടൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ട്രെൻഡിങ് വാലന്റൈൻസ് ഡേ റീൽ അതായിരുന്നു, നമ്മളൊക്കെ ഇട്ടത് അതായിരുന്നു. അത് കണ്ടായിരുന്നോ ചേട്ടാ? അത് ഇപ്പോഴും കിടന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡയറക്ടേഴ്സ് ഇൻപുട്ട് ആയിരുന്നു ആ സാധനം? അല്ല, അത് ഞാൻ ഇംപ്രൊവൈസ് ചെയ്തതാണ്. അതിന്റെ കാര്യത്തിൽ ഒരു സെന്റൻസും കൂടെ എഴുത്. എന്ത് ഇഫ് യു ഇംഗ്ലീഷ് ഇഫ് യു ലവ് മീ ഇഫ് യു ലവ് മീ ഓൾസോ
ഐ ലവ് യു. അതിൽ 10ാം ക്ലാസ് പാസ്സാകാത്ത ക്യാരക്ടറാണ്. അതെ. എന്നാ ഇംഗ്ലീഷ് സ്നേഹിക്കുന്ന പെൺകുട്ടി +2 പഠിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അതിന് വർഷങ്ങൾ കഴിഞ്ഞാലും ആ പ്രേമത്തിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടാവുന്ന അന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് യഥാർത്ഥം എന്തായാലും കവിതാക്കൾക്കൊക്കെ തന്നെ ആവേശമായിട്ട് അതൊരു ആത്മാർത്ഥതയുടെ പ്രതിഫലനമാവട്ടെ ആ വാക്കുകൾ എന്നാണ് പ്രാർത്ഥിക്കാൻ നമുക്ക്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെയൊക്കെ പ്ലാൻ? പൊതുവെ എന്തായിരുന്നു വാലന്റൈൻസ് ഡേക്ക്? ഒരൊറ്റ സിംഗിൾസ് ആയത് കാരണം വാലന്റൈൻസ് എന്റെ ഞാൻ പറഞ്ഞോട്ടെ, വാലന്റൈൻസ് ഡേ 14ാം തീയതി അല്ലേ? 13ാം തീയതി ഇതിൽ ഇറങ്ങുന്നതിന്റെ ഈ പടം ഇറങ്ങുന്നതിന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി താല്പര്യം. അടിപൊളി. ആദ്യം ഇവര് പറയുമെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അതാ ഞാൻ ചോദിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ എന്തായിരുന്നു ചോദിച്ചത്. ഓക്കെ, മാത്യു മിണ്ടാണ്ടിരിക്കുക, സേഫ് സോൺ, മിണ്ടുന്നില്ല, ചിരിച്ചോണ്ടിരിക്കുക. മാത്യുവിന് വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാത്യുവിന് അങ്ങനെ മാത്യുവിന് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ അത്? വേണമെങ്കിൽ പല വ്യക്തി അല്ല, ഞാൻ പറയാം, ഒരു വ്യക്തിയായിട്ടുള്ള ഒരു പ്രേമബന്ധത്തിൽ അങ്ങനെ ഇല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പലരുമായിട്ടും ഇല്ല. ഇതുവരെ ഇല്ല. ഈ വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം. അടുത്ത വാലന്റൈൻസ് ഡേക്ക് പറയാം. മാത്യുവിന്റെ മനസ്സിലൊരു കൺഫ്യൂഷനാണ് ഈ കാര്യത്തിൽ. കാരണം വാലന്റൈൻസ് ഡേക്കൊക്കെ അങ്ങനെ പറയത്തക്ക രീതിയിൽ തന്റെ മനസ്സുമായിട്ട് തന്റെ മനസ്സിലെ ചിന്തകളുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്ന ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ സങ്കടം വരുമോ ഫ്രണ്ട്സിന്റെ? ഇല്ല, സങ്കടം ഇന്നലെ നാളെ വരും. ഏതായാലും ഒരു കാര്യമുണ്ട്, ഈ സിനിമ കണ്ടതിന് ശേഷം കുറച്ച് പേര് കൂടുതലായിട്ട് പെൺകുട്ടികളോ, അയ്യോ തിയോ ഡോണ്ട് വറി തിയോ വി ആർ വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട്, തിയോ ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് തിയോയുടെ അടുത്ത് സിമ്പതൈസ് ചെയ്ത് കുറെ പേര് വരും എന്നുള്ള സംശയം. അതിൽ സംശയം ഉണ്ടോ? തിയോ വി ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് മെസ്സേജ് വരും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ. സ്നേഹം കിട്ടാത്ത ഒരു ക്യാരക്ടറാണ് തിയോ. അപ്പൊ ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഞങ്ങൾ 3 പേരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെ പല പല സിറ്റുവേഷൻസിലാണ്. അപ്പൊ അത് ഞങ്ങളോടൊക്കെ ഒരു ഇഷ്ടം, ക്യാരക്ടേഴ്സിനോട് ഒരു ഇഷ്ടം തോന്നുവാണെങ്കിൽ സിനിമ ഒരു നല്ല വിജയമാണ്. അതെ അതെ. ഓക്കെ, അരുൺ ചേട്ടാ, നമുക്കിതിങ്ങനെ കണ്ടപ്പോഴേ ചെറുതായിട്ട് മുങ്ങിപ്പോയി. ഓക്കെ, അരുൺ ചേട്ടാ, നമുക്ക് സിനിമ കാണുമ്പോഴേ ഒരു ഫാന്റസി സാധനം തോന്നി? അങ്ങനെ എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടോ? ഇബ്ലീസിന്റെ ഒക്കെ പോലെ ഒരു ഫാന്റസി ഫാന്റസി എലമെന്റ്. അതായത് നമ്മൾ ഫാന്റസി എലമെന്റ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ കാണിക്കുമ്പോഴാണ് അത് ഫാന്റസി എലമെന്റ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ക്യാരക്ടറിന് തിയോ കടന്നു പോകുന്ന കുറച്ച് ഏരിയകളുണ്ട്, അതായത് ഫാന്റസി എലമെന്റ് ടച്ച് ചെയ്യുന്ന പോകും. പക്ഷെ നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പൊ അവൻ കാണുന്ന ചില സാധനങ്ങളുണ്ട്. അപ്പൊ അവന്റെ പെർസ്പെക്റ്റീവ് കാണുമ്പോൾ പിന്നെ നമ്മൾ റിയലിസ്റ്റിക്കലാണ് കാണിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അതാണ് വരുന്നത്. അതായത് ചിലർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം, ഈ കഥയായിട്ട് ബന്ധപ്പെട്ടല്ല, ചിലർക്ക് ആത്മാക്കളുമായി സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കഴിയുന്നുണ്ട്. അത് നമ്മൾ അവരുടെ അടുത്ത് പറയും, അതെങ്ങനെ ആരുമായിട്ട് സംസാരിച്ചെന്നാൽ അവർക്ക് മൺമറഞ്ഞ ആൾക്കാരുമായിട്ട് സംവദിക്കാൻ കഴിയുന്നുണ്ട്, അവരെ കാണാൻ കഴിയുന്നുണ്ട്. ചിലർക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസമില്ല, വിശ്വാസമുള്ളവർക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവങ്ങളില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് VR കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് എഴുതിയതിൽ അദ്ദേഹത്തിൻ്റെ മൺമറഞ്ഞ ഭാര്യയുമായിട്ട് അദ്ദേഹം സംവദിക്കാറുണ്ടായിരുന്നു എന്ന് എഴുതിയത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ പോലെ എത്ര ഒരു വലിയ മനുഷ്യൻ, ബുദ്ധിജീവി, വളരെ അദ്ദേഹം പറയുമ്പോൾ കള്ളം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അങ്ങനെ സംവദിച്ചിരുന്നു എന്ന് പിന്നെ മലയാള മനോരമ ഒരു സൺഡേ എഡിഷനിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓജോ ബോർഡൊക്കെ ഇല്ലേ,
അത് ആ ബോർഡിലേക്ക് കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ഇപ്പോൾ ഹിപ്നോട്ടിസം അതൊക്കെ ഒരു ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ബാക്കി വേറെയും ചില കാര്യങ്ങളുണ്ടല്ലോ, മെന്റലിസത്തിൽ നമ്മുടെ മനസ്സ് വായിച്ചെടുക്കുന്നു എങ്ങനെ. അതിൽ മെന്റലിസ്റ്റുകൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലൂ കൊടുക്കാതെ തന്നെ അയാളുടെ നമ്മൾ ചിന്തിച്ച ആളുടെ പേര് പറയുന്നു. അതെങ്ങനെയെന്നുള്ള ഇപ്പൊ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഈ കൺഫ്യൂഷൻ ഈ കഥയിലെ ക്യാരക്ടേഴ്സിനുണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള ആത്മാക്കൾ അല്ല, ആണ് അല്ല എന്നുള്ള ഒരു ചർച്ചാ വിഷയമാവട്ടെ എന്നുള്ളത് നമുക്ക് താല്പര്യമുണ്ട്. പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാൻ അങ്ങനെയൊക്കെ നടക്കാം. നമുക്ക് ആവശ്യം അതല്ല, ഇതിന്റെ രസമാണ് പ്രേക്ഷകർക്ക് കിട്ടേണ്ടത്. അല്ല ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും വഴക്കും മടിയും വഴക്കൊന്നുമില്ല. അതുണ്ട് ഇല്ല അതൊന്നും വേണ്ട. നമുക്ക് ഇത് കണ്ടിട്ട് ആസ്വദിക്കുക. അയ്യോ ഇഷ്ടം, പാവം തീയോ എന്ന് തോന്നണം. തീയോ ഡോൺ പറയും ഞാൻ ഉണ്ട് എൻ്റെ കൂടെ എന്നൊക്കെ ആൾക്കാർ പറയണം. അതാണ് നമ്മുടെ താല്പര്യം. ബാക്കിയൊക്കെ അതിനു വേണ്ടി ആ തീയോയുടെ ധർമ്മസങ്കടം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കഥയിൽ. അവരുടെ സ്ഥാനം എന്താണെന്നുള്ളതൊക്കെ കഥയിൽ വലിയ സ്ഥാനമുണ്ട്. നിങ്ങളുടെ 3 പേരുടെ ആക്ടിങ് ഓറിയന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ജഗദീഷേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിദ്ദിഖ് ലാൽ വരുന്നു, മാത്യു ദിലീഷ് പോത്തൻ്റെ സ്കൂളിൽ നിങ്ങൾക്ക് ഗ്രൂമിങ് സെഷനും ഒക്കെ ഉണ്ടായിരുന്നു. മോളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ സത്യൻ അന്തിക്കാട് ദ ലെജൻഡ് സത്യൻ അന്തിക്കാട് സാറിൻ്റെ സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ആ ഒരു ആക്ടിങ് ഓറിയന്റേഷൻ ത്രൂ ഔട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ആക്ടിങ്ങിൽ ക്യാരി ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആ ത്രൂ ഔട്ട് നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോൾ സിദ്ദിഖ് ലാലിൻ്റെ എന്ന് പറയുന്ന പോലെ തന്നെ പ്രിയദർശനം പറയണം. പ്രിയദർശനൊക്കെ നമ്മൾ സമകാലീനരാണ്. ആകാശവാണിയിൽ ഇതിലുകൾ എന്ന് പറഞ്ഞൊരു പരിപാടി, ലഘുചിത്രീകരണ പരിപാടി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രിയദർശൻ്റെ കൂടെ മോഹൻലാൽ, എൻ്റെ കൂടെ അന്നത്തെ വഴുതക്കാട് ബാബു, ഡോക്ടർ തോമസ് മാത്യു, സാം മോഹൻ, ശ്രീലത, അങ്ങനെയുള്ളവരുടെ ടീമാണ് ഞങ്ങൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് മോഹൻലാൽ, പ്രിയദർശൻ, അതൊക്കെ എഴുതി ഒരു ഇംപ്രവൈസേഷൻ ടൈപ്പായിട്ടുള്ള സ്കിറ്റുകളാണ്. അതിൽ അഭിനയത്തിൻ്റെ സാധ്യതകൾ നമ്മൾ ആ സ്ക്രിപ്റ്റിനപ്പുറം നമ്മൾ അവിടെ വെച്ച് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതളുകൾ അതേപോലെ തന്നെ പ്രിയദർശൻ്റെ കൂടെ മോഹൻലാൽ. അപ്പോൾ അങ്ങനെയൊക്കെ അഭിനയത്തിൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത. പിന്നെ അതിനുശേഷം എനിക്ക് റിയലി വയലാവാസൻ പിള്ള സാറിൻ്റെയും ജി ശങ്കരപ്പിള്ള സാറിൻ്റെയും ശിക്ഷണത്തിൽ ഞാൻ നാടകത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ എൻ്റേതായിട്ടുള്ള ഇംപ്രവൈസേഷൻ ഒരു സൈഡിൽ നമ്മൾ, അപ്പോൾ 2 സ്കൂളിലും ഞാൻ ഒരേപോലെ, റിയലിസ്റ്റിക് സ്കൂളിൽ കുറച്ചൊരു സിംബോളിക് നാടകത്തിൻ്റെ സ്കൂളിൽ, അപ്പോൾ അവിടെ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിൽ എൻ്റെ ഉള്ളിൽ ഈ ഇതളുകളുടെ ഹ്യൂമർ കിടപ്പുണ്ട്. ആ ഹ്യൂമറാണ് പ്രിയദർശനും സിദ്ദിഖ് ലാലും ഒക്കെ അവരുടെ സ്ക്രിപ്റ്റിൽ വന്നപ്പോൾ എനിക്ക് കൂടുതൽ പോളിഷ് ചെയ്യാനും, നെടുമുടി വേണുവിൻ്റെ സംവിധാനത്തിൽ കൈരളി വിലാസൻ ലോഡ്ജ് അതൊക്കെ വന്നപ്പോഴത്തേക്കും എന്നിലെ ആ ഒരു ഹ്യൂമർ അത് കൂടുതൽ മാക്സിമം പുറത്തു കൊണ്ടുവരാൻ എന്നെ സഹായിച്ചവരാണ് ഇവരെല്ലാവരും, യാതൊരു സംശയമില്ല. ശ്രീനിവാസൻ്റെയും കൂടെ ഗുരുസ്ഥാനത്ത് തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പകർന്നു തന്ന ഒരു ഗൈഡൻസ്, അതൊരു സ്കൂളിൽ നിന്ന് വിളിക്കണോ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവരെല്ലാം എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിനയത്തെ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ഇവർ. നെടുമുടി വേണു, ശ്രീനിവാസൻ, ഇന്നസെൻ്റ്. ദെൻ പിന്നെ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ, സംവിധാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രിയദർശൻ, സിദ്ദിഖ് ലാലൊക്കെ, അവരുടെയൊക്കെ പേര് തീർച്ചയായിട്ടും എടുത്ത് പറയണം. എനിക്ക് അവരാണ് പറഞ്ഞ ആദ്യ സിനിമ എന്നുള്ള ഇതും അതിനൊരു ബേസിക് പറഞ്ഞു തരുന്നതൊക്കെ ദിലീഷേട്ടനും മധുവേട്ടൻ, ശ്യാമേട്ടൻ, രാജ്മാധവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറെ പേരുണ്ടായിരുന്നു എനിക്ക് ചുറ്റും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എന്നും കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം, നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ സീൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡയറക്ടർ പറഞ്ഞു തരുമ്പോഴായാലും ഇപ്പം നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. കേൾക്കുക, ഭയങ്കര ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. പറയുന്നതിൽ ചിലപ്പോൾ ഡീറ്റെയിൽ ഉണ്ടാവും. ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ കോ ആർട്ടിസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ അടുത്ത ഡയലോഗിനെ പറ്റി ആലോചിക്കേണ്ട, അത് അവർ പറയുന്നത് കേട്ട് പ്രോസസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡയലോഗ് പറയുക എന്നുള്ള. അപ്പൊ അത് ഈ ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അന്ന് മുതലേ വെച്ചത്. അപ്പൊ അതിനെപ്പോഴും ശ്രമിക്കാറുണ്ട്. അതാണ് ഞാനെപ്പോഴും കൂടെ. പിന്നെ ഈ പറഞ്ഞ ഒരു ജേർണിയാണെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ സീൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ തന്നെ. എപ്പോഴും നമ്മളൊരു സീൻ ചെയ്താൽ നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ജീവിതം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത വരികയായിരിക്കും. നമുക്ക് അത് പറ്റില്ല, പിന്നെ തിരിച്ചു വെച്ച് അപ്പൊ നമ്മളത് അടുത്തതിൽ പ്രാവർത്തികമാക്കും. ചിലപ്പോ കുറെ അൺലേണിങ്ങുകൾ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഇത് ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കുറെ
ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരണം എന്നില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക, അത് ഇങ്ങനെയായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസ്റ്റന്റ് ജേർണിയാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. ഓരോ പോകുന്ന പോക്കിലും അത് ഡിസ്കവർ ചെയ്യാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് പോളിഷ് ചെയ്യുക, ഡിസ്കവർ ചെയ്യാന്നുള്ളത്. ദേവിക? എനിക്ക് പ്രൈമറിലി ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് തുടക്കത്തിൽ തന്നെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയും പ്രോസസ്സ് ചെയ്യാനുള്ളത് കൂടെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് ഫുള്ളി പ്രോസസ്സ് ആയിട്ടില്ല. കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാധനം കൈ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾക്ക് അത് എങ്ങനെ അതിനെ വെച്ച് ഡീൽ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും എനിക്ക് വലിയ പിടുത്തമില്ല. എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു പടം വരാൻ പോകുന്നുണ്ട്, അതൊക്കെ ഒരു സ്റ്റെപ്പ് മുകളിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലേ ഇല്ലാത്ത കാര്യങ്ങൾ എന്താണ് നടക്കണതെന്ന് ഭയങ്കര ബ്ലെസ്ഡ് ആയി തോന്നുന്നൊരു കാര്യമാണ് അത്. ഫസ്റ്റ് അവരുടെ കൂടെ തുടങ്ങാൻ പറ്റിയ എനിക്ക് തോന്നുന്നു പ്രൈമറി കാര്യം എന്താ വെച്ചാൽ എന്ത് ചെയ്യുവാണെങ്കിലും ജെനുവിനായി 100% കൊടുത്തിട്ട് ചെയ്യുക. അത് സത്യൻ സാറിൻ്റെ സെറ്റിലൊക്കെ അഖിലേട്ടൻ, അനൂപേട്ടൻ, ഇവർ രണ്ടുപേരാണെങ്കിലും ഇപ്പം രണ്ടുപേരും വലിയ വലിയ ഡയറക്ടേഴ്സായി. അപ്പോൾ അവരാണെങ്കിലും എന്താണെങ്കിലും ഒരു സീനാണെങ്കിലും അവർ റീറൈറ്റ് ചെയ്യുന്നതോ, ഇപ്പോൾ അനൂപേട്ടനാണ് കുറേ മകളിൽ നസ്ലിൻ്റെ കുറേ പോർഷൻസൊക്കെ അനൂപേട്ടനെ എഴുതുന്നതൊക്കെ കാണാം. അനൂപേട്ടൻ നടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും എങ്ങനെ ഇത് മോഡിഫൈ ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം, എങ്ങനെ ഇത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഓപ്പൺ ടു ഇൻപുട്സാണ്. അത്രയും സീനിയറായിട്ടും സത്യൻ സാറൊക്കെ ഭയങ്കര ഓപ്പൺ ടു ഇൻപുട്സ് ആയിരുന്നു. ദേവുന് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു, ഒന്ന് ചെയ്ത് നോക്കിയേ, നടക്കുന്നുണ്ടോ നോക്കാം നമുക്ക്. അങ്ങനെ അത്രയും ആ ഒരു സ്പേസ് അത്രയും ചെറുതാവുമ്പം എന്നെ അത്രയും ആ ഓപ്പൺ ടു മൈ വാട്ട് എവർ ഐ വോണ്ട് ടു ഡു അങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പോഴേ അത് ചെയ്യാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, സാറ് പറയുന്നത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ ഒരു സ്പേസ് തരിക എന്ന് പറയുമ്പം ആസ് എ ചൈൽഡ്, ആസ് എ പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം വരെ സാറ് പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ആസ് എ ഫാമിലി ദേ ആർ സോ ഗൈഡഡ് ബൈ എന്തൊക്കെയാണോ ഗുഡ് വാല്യൂസ്. അത് ഇസ് എ വെരി ബിഗ് ടേക്ക് അവേ. സത്യൻ സാറിൻ്റെ പടങ്ങൾ പണ്ടത്തേതാണ് ഇപ്പോഴത്താണെങ്കിൽ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അവസാനം നല്ല കാര്യമേ ജയിക്കുള്ളൂ, നന്മ ജയിക്കും അവിടെ. അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത്. കാരണം ഐ ബിലീവ് ഫുള്ളി ദാറ്റ് ലൈക്ക് പീപ്പിൾ ആർ ഗുഡ്. സിറ്റുവേഷൻസ്, സർക്കംസ്റ്റാൻസസ് കൊണ്ടായിരിക്കും അവർക്ക് എന്താ സംഭവിക്കുന്നത്, അവരെങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ജയം ഉള്ള എലിമെൻറ്റ്സ് ഉള്ള കാര്യങ്ങൾ കാണാനും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ യൂട്യൂബ് ഷോർട്സും വീഡിയോസും ഒക്കെ പഴയ സിനിമകളാണ് വരുന്നത്. അപ്പം ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ താക്കോലെവിട, മരുന്ന് ഡെപ്പിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കോമഡി, ചെറിയ സ്ലൈറ്റസ്റ്റ് കോമഡികൾ ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് അതൊക്കെ ചെയ്യുമ്പോഴേ ചേട്ടൻ ഓട്ടോമാറ്റിക്കലി ചിരി വരാറുണ്ടോ? ഇല്ല, അത് പിന്നെ ചിരി വരുന്നത് അപൂർവമാണ്. കാരണം വെച്ചാൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലാതെ അത് ചിരിച്ചാൽ നമ്മുടെ അഭിനയം ശരിയാവില്ല. അതിനകത്ത് ഈ താക്കോലിന്റെ കാര്യം ഫുൾ പ്രിയൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. എല്ലാവരും ചോദിക്കും ഇംപ്രവൈസ് ചെയ്തിട്ടില്ലേ ജഗദീഷ്? ഒന്നും ഇംപ്രവൈസ് ചെയ്തിട്ടില്ല. അഭിനയത്തിൽ മാത്രമേ നമ്മുടെ ഇംപ്രവൈസേഷൻ ഉള്ളൂ. ഡയലോഗ്സ് ഫുൾ പ്രിയൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ എൻജോയ് ചെയ്ത് ആ ക്യാരക്ടറിന് താക്കോൽ എവിടെ ഇല്ലല്ലോ ചായ എന്ന് പറയുന്നത്, ആ സംഭവം, ആ ഒരു രീതി, ആ വിക്ക് അത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ. ആ കണ്ണടയൊക്കെ പ്രിയന്റെ ഐഡിയ ആണ്, കണ്ണടയൊക്കെ. അതെ, അപ്പൊ അങ്ങനെ പ്രിയൻ എല്ലാം കൺസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തരം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവര് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ അത്ര ജീവിതാനുഭവങ്ങൾ ഇവർക്ക് പ്രായം കൊണ്ടും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ വളരെ യങ് ഏജില് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞു മാത്യു. അപ്പോൾ ഞാൻ അപ്പുറത്തെ അതിര് തർക്കം നടക്കുന്നത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു റിയൽ അതിര് തർക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഓരോരുത്തരും ക്യാരക്ടർ ഇങ്ങനെ ഹ്യൂമറസ് ആയിട്ടുള്ള ചില ആൾക്കാർ നിന്നിട്ട് ഒരു പിന്നെ രീതിയിൽ അതിന് കൂടുതൽ എരിവ് കയറ്റാൻ ശ്രമിക്കുന്ന ക്യാരക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വിക്ടിമിനെ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ഹതഭാഗ്യനായിട്ട് അയാളുടെ ഭാഗത്തായിരിക്കും ന്യായം, വേറൊരാൾ അഗ്രസീവായിട്ട് നിൽക്കുന്ന ആളെ. ഇങ്ങനെയുള്ള നിരവധി സിറ്റുവേഷൻസ് ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അവിടെ നമ്മുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഓടിയെത്തും.
ഇവരൊക്കെ ഒന്നുകിൽ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പുതിയതായിട്ട് കാണുന്ന അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഇനിയുള്ള ജനറേഷന് വളരെ കുറവാണ്. അവിടെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് പോലും എനിക്ക് മുമ്പ് വന്ന ആക്ടേഴ്സ് കണ്ടിട്ടുള്ളതിൻ്റെ അത്രയും റിയൽ ലൈഫ് എനിക്ക് കാണാൻ പറ്റില്ല. ഇന്നസെന്റ് ഏട്ടൻ കണ്ടിട്ടുള്ളതിൻ്റെ അത്രയും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടില്ല ജഗതി ചേട്ടൻ്റെ. അപ്പോൾ അതൊക്കെ റിയൽ ലൈഫുമായിട്ട് കുറേ കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ആക്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെ നമ്മുടെ ആക്ടിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ വീട്ടിൽ എക്സ്കർഷന് പോകാൻ അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നത് ഒരു ആക്ടിങ് അതിൻ്റെ പിൻബലമുണ്ട്. വളരെ പാവം പോലെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ അച്ഛൻ എനിക്ക് എക്സ്കർഷന് പോയാൽ അങ്ങനെയല്ല, അച്ഛൻ എല്ലാവരും പറയുന്നു അതാ എക്സ്കർഷന് ബാക്കി എല്ലാവരും പോകുന്നുണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇതൊരു ആക്ടിങ് ആണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ആദ്യം അച്ഛൻ്റെ അടുത്ത് നിന്ന് ഉടൻ തന്നെ എനിക്ക് പോയാൽ പറ്റുമെന്ന് ആരെങ്കിലും പറയോ? അവിടെ ചെന്ന് അപ്പുറത്തെ ജോസൊക്കെ പോകുന്നുണ്ട് എക്സ്കർഷന്, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പറയാ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുക. അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും ചെല്ലുക? ഒരു ചെറിയ ആക്ടിങ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ അല്ലേ? അപ്പൊ ജീവിതത്തിൽ തന്നെ റിയൽ ലൈഫിൽ തന്നെ ഇപ്പൊ ഒന്നും നമുക്കിപ്പോൾ അല്പം നേരത്തെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്താണ് ചെയ്യുക? കുട്ടികൾ ആ പ്രായത്തിൽ നമുക്ക് എത്ര വിശപ്പുണ്ടോ അതിനേക്കാളും കൂടുതൽ അഭിനയിച്ച് കാണിക്കും. അമ്മ വല്ലാതെ വിശക്കുന്ന അമ്മേ, അത്രയൊന്നും വിശന്നില്ലെങ്കിലും അപ്പൊ അമ്മ കുറച്ചുകൂടെ സ്പീഡിൽ ആരും തരും. അപ്പൊ ഈ ആക്ടിങ് എന്നുള്ളത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വരുമ്പോൾ, കുറച്ച് ആൾക്കാർ വരുമ്പോൾ വീട്ടിൽ പലഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അവരൊരു അരമണിക്കൂർ 20 മിനിറ്റ് അമ്മ തന്നെ അവരെ എൻ്റർടൈൻ ചെയ്യണം. അച്ഛൻ ചിലപ്പോൾ വീട്ടിലില്ല എങ്കിൽ അമ്മ പെട്ടെന്ന് അവരെ അവിടുന്ന് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളാണ്, നമ്മുടെ അടുത്ത് എന്തോ സംസാരിക്കുക. അപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുവഴി പോയി ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇതെല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മള് അവരറിയാതെ ഇതുവഴി ബാക്കിൽ കൂടെ പോയി ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു ഇവിടെ വന്നിട്ട് കൂളായിട്ട് ഈ വീട്ടിലുള്ളത് പോലെ എടുത്തുകൊണ്ട് കഴിച്ചിട്ട്, അപ്പൊ അവര് എന്നിട്ട് ആ ഗസ്റ്റുകൾ തന്നെ കഴിച്ചിട്ട് ഉണ്ണിയപ്പം നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരസ്പരം നോക്കും അപ്പുറത്തെ ബേക്കറിയിലെ ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാകും. ഇതൊക്കെ എല്ലാ ലൈഫിലും ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ലൈഫില് തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആക്ടിങ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് കരുതി അതൊരു നിർദോഷമായിട്ടുള്ള കള്ളം പറച്ചിലാണ്. ആ ഗസ്റ്റിന് നമ്മുടേതാണെങ്കിലും ബേക്കറിയുടെ ആണെങ്കിലും എന്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അവരെ സൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു ഇൻഹറൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു നമ്മൾ പിന്നെ കുട്ടികൾ അധ്യാപകർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാൻ നേരത്ത് കൈ നീട്ടടാന്ന് പറയുമ്പോൾ കുട്ടികളുടെ എക്സ്പ്രഷൻ ഉണ്ട്. ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് തന്നെ കരഞ്ഞു തുടങ്ങും. ഇങ്ങനെ കൈ ഇങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ അഭിനയത്തിന്റെ, അപ്പൊ അതിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളോട് ആകുമ്പോൾ ഓരോ ഒബ്സർവേഷൻ. അപ്പൊ ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും മാത്യുവോ ദേവികയോ ഡിഫറെന്റ് ആവുന്നത് എന്താണ്? ഇത് മാത്യു കൂടുതൽ ഒബ്സർവ് ചെയ്ത് ഒരു ആക്ടിങ്ങിന്റെ ക്വാളിറ്റിയിലോട്ട് വരും. മാത്യു അത് ഓർക്കും എന്ന രീതിയിൽ അടിക്കാൻ സംഭവങ്ങളൊക്കെ. നോർമൽ വിദ്യാർത്ഥിയാണ്, അഭിനയത്തിൽ താല്പര്യമില്ലാത്തവനാണെങ്കിൽ ആ എക്സ്പീരിയൻസ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് അത് കണ്ടു വിട്ടു. അഭിനയത്തിൽ താല്പര്യമുള്ള ഒരു കലാകാരനാവാൻ താല്പര്യമുള്ള ആൾ ഇത് കൂടുതൽ ഒബ്സർവ് ചെയ്യും, ഇത് മനസ്സിലുണ്ടാവും. സിനിമാ നടനാണോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇവൻ്റെ മനസ്സിൽ അഭിനയം ഉണ്ടെങ്കിൽ ആ ഓർമ്മകൾ ഇവൻ്റെ മനസ്സിൽ കാണും. എൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ എന്നാൽ പോലും കുറവാണ്. അപ്പൊ ആ അനുഭവങ്ങൾ ഇവർക്ക് കുറച്ചുകൂടെ കുറവാണ്. ഇനിയുള്ള തലമുറയ്ക്ക് അവർക്ക് കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. സ്പേസിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. പാരലൽ യൂണിവേഴ്സ് അവരെ ചിന്തിക്കുന്ന എന്തൊക്കെയായിരിക്കും. സീരീസും ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ അങ്ങനത്തെ അവരുടെ ഗെയിംസോ നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചോണ്ടിരുന്ന കളികളാണോ അവർ കളിക്കുന്നത്? അവര് എന്താ വീഡിയോ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ് എതിരാളിയെ തകർത്ത് തരിപ്പണമാക്കി ശബ്ദവും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ച് ഇന്റലിജൻസ് വേണം. അതിങ്ങനെ ഒഴിവാക്കി അവിടെ പോയി എതിരാളി എവിടെ ചെന്നിട്ട് കാറുമൊക്കെ അങ്ങനെയൊക്കെ പോയി ഞെക്കണം. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് അത് ശരിയാണ്. കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്റർടൈൻമെന്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കഥയിൽ ഞാനേ ചേട്ടനെ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ
നമുക്കിങ്ങനെ ക്യൂരിയസ് ആയിട്ട് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ നഗരത്തിൽ സംസാര വിഷയം സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ആദ്യമായിട്ട് നഗരത്തിലോട്ട് വരുന്ന ഒരു ഇങ്ങനെ ഒരു മണ്ടൻ പോലെ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഗോഡ് ഫാദർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആ സമയത്തുള്ള ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ ആൻഡ് ബൈ പ്രൊഫഷൻ ഒരു അധ്യാപകനും കൂടെ. അപ്പൊ ഫ്ലെക്സ് എങ്ങനെയാ ചേട്ടാ? അല്ല, അധ്യാപകനാണ് എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ലോകത്തൊരു അധ്യാപകന് വഴിവെക്ക് നിന്ന് പെമ്പിളരെ കമന്റ് അടിക്കില്ലേ? ഏതെങ്കിലും അധ്യാപകൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാക്കയുടെ സംഭവങ്ങൾ ഏറ്റുവാങ്ങുമോ? ഏതെങ്കിലും കയ്യും കെട്ടിയിട്ടിട്ട് അപ്പൊ അധ്യാപകൻ എന്നുള്ള ചിന്ത അവിടെ ഒരിക്കലും നമ്മളെ ഭരിക്കാൻ പാടില്ല. നമ്മൾ ആ ക്യാരക്ടറിലോട്ട് തന്നെ ചിന്തിക്കണം. അത് വിദ്യാർത്ഥികൾ കണ്ടിട്ട് എന്താവും, ചിരിക്കില്ലേ, ക്ലാസ് എടുക്കാൻ നേരത്തെ ചിരിക്കില്ലേ, അത് ചിരിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ഹരിഹർ നഗറിന് മുമ്പാണ് അതിനനുസരിച്ച് ഓടത്തമ്മ വളറിയാം എന്നുള്ള സിനിമ കോമഡി റോളാണ്. അത് കണ്ടിട്ടൊന്നും കുട്ടികളൊന്നും ക്ലാസ് എടുക്കാൻ നേരത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് കുട്ടികൾ എന്ത് വിചാരിക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കുറേ ബേസിക് തിങ്സ് ഉണ്ട്. നമ്മൾ ഇത്രയും കോമഡി ചെയ്യുമ്പോഴും ബേസിക്കലി ഞാനൊരു കോളേജ് അധ്യാപകനാണെന്നുള്ള കേരളത്തിലെ പ്രേക്ഷകർക്ക് നല്ലൊരു ശതമാനത്തിന് അറിയാം. അപ്പോൾ ഒരു കോമഡിയൊക്കെ ചെയ്യുമ്പോഴും അധ്യാപകനാണെന്നുള്ള അറിയാം. അപ്പം പിന്നെ അത് നമ്മൾ അധ്യാപകനായതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, ഇന്ന രീതിയിൽ മണ്ടരാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. റിയൽ ലൈഫും അത് പിന്നെ എപ്പോൾ പ്രശ്നമാണെന്ന് ചോദിച്ചിരുന്നാൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ നേരത്ത് നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കാൻ നേരത്ത് അപ്പുറത്തിരിക്കുന്ന ചോദിച്ചു, ഇല്ലേ ഗൗരവക്കാരനാണ് ഇല്ലേ, സിനിമയിൽ ഇങ്ങനെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെയും ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നിർത്തി എനിക്കറിഞ്ഞൂടാ, ട്രെയിനിൽ ഇങ്ങനെ നിൽക്കാം, അയാളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ പറയാം റിയൽ ലൈഫിൽ അങ്ങനെ സംഭവങ്ങൾ. എന്നാലും അല്ല, യഥാർത്ഥത്തിൽ അല്ല, ഇന്റലിജൻസ് ആക്ടിങ്ങിൽ മൊത്തത്തിൽ വേണം. ഇപ്പൊ ഈ ഹ്യൂമറിന്റെ കാര്യത്തിൽ എഴുതുന്നവർക്കാണ് കൂടുതൽ ഇന്റലിജൻസ് വേണ്ടത്. അഭിനയിക്കുന്നവർക്കാളും കൂടുതൽ ഹ്യൂമർ എഴുതുന്നവർക്ക് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ടാസ്ക് തന്നെയാണ്. എങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കാം എന്നുള്ളത് അതിന്റെ പിന്നിലുള്ള ഒരു ചിന്തയുണ്ട്. അതിൽ ഈ ബോബനും മോളിയും ഇത്രയും ലക്കങ്ങൾ എഴുതിയ ടോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റോടുകൂടി തന്നെ കാണണം. ഇങ്ങനെ ഒരാളിങ്ങനെ ഒരു ചാക്കിൽ എന്തോ ഭാരമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ബോബനും മോളിലും ബോബൻ ചോദിക്കും, എന്താ പിന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ തന്നെ അയാൾ ഒന്നുകൂടെ പറയാം. ഒരാളിങ്ങനെ ചാക്കിൽ എന്തോ കെട്ടിവെച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ബോബനും മോളിയും ബോബൻ ചോദിക്കും, എന്താ തലയിൽ? അവിടെ തന്നെ അയാൾ പറഞ്ഞു, ഇത് കുറച്ച് മണ്ണാ. അവിടെ തന്നെ മോള് ചോദിക്കണം, ചാക്കില്ല. എന്തൊരു ഹ്യൂമറാണ്, ആലോചിച്ച് നോക്കി. അപ്പൊ ഇന്റലിജന്റ് ഹ്യൂമർ എന്ന് പറയുന്നതാണ് ഇന്റലിജന്റ് ഹ്യൂമർ. ഇത് വരകളിലൂടെ കൊണ്ടുവരുന്ന ഹ്യൂമറാണ്. അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. ഇത് എത്ര ലക്കം, അതിലൊക്കെ രാഷ്ട്രീയ വിമർശനമുണ്ട് ടോംസിന്റെ. ബോബനും മോളി എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് രാഷ്ട്രീയ വിമർശനം, പഞ്ചായത്ത് ഭരണത്തിന്റെ വിമർശനം, റേഷൻ അരിയുടെ സ്മെല്ലിന്റെ കാര്യം. റേഷൻ അരിയുടെ സ്മെല്ലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലക്കത്തിൽ വന്നതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഡോക്ടർ പറയാണ് ക്ലോറോഫോം ഇല്ല, സാരമില്ല, ആ റേഷൻ അരിയും കൊണ്ട്. ഇതിൽ കൂടുതൽ രാഷ്ട്രീയ വിമർശനം വേറെ ഉണ്ടോ? എന്ത് ഇന്റലിജന്റ് ഹ്യൂമറാണ്. ബോബനും മോളി എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഹ്യൂമർ അല്ല, അത് രാഷ്ട്രീയ വിമർശനം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിന്നെ എല്ലാ കാര്യങ്ങളെയും ഒരു സംഭവം എന്ന് വെച്ചാൽ അന്ന് വലിയ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അപ്പോൾ ബാനർ ബാക്കിൽ അപ്പി ഹിപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു ബാനർ കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അപ്പി ഹിപ്പി ഗിറ്റാർ വെച്ചിട്ടുണ്ട്, അയാൾ പാടുന്നു എ മേരാ പ്രേമ പത്ര പാട്ട്. അത് അയാൾ പാടുകയാണ്, ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം. ഇതിനേക്കാളും കൂടുതൽ വലിയ വിമർശനമുണ്ടോ? ഇത് കണ്ടു വളർന്ന ആളാണ് ഞാൻ. അപ്പൊ എൻ്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്നവരൊക്കെ വലിയ വലിയ പ്രതിഭകളാണ് സഞ്ചരിച്ചിരുന്നവർ. അവരുടെ ആ പ്രതിഭകളോടുള്ള എൻ്റെ ആദരവാണ് എൻ്റെ ഹാസ്യം, എൻ്റെ നർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ മലയാളത്തിൽ സാഹിത്യത്തിലൂടെ അഭിനയത്തിലൂടെ എൻ്റെ മുന്നിൽ സഞ്ചരിച്ച കുറേ പ്രതിഭകളുണ്ട്. അവരോടുള്ള ബഹുമാനവും ആദരവുമാണ് എൻ്റെ ഇന്നത്തെ ഹ്യൂമർ. ഞാൻ അവരോട് കടപ്പെട്ടിരിക്കും. സോ നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ചേട്ടൻ കരിങ്കുന്നം 6S, ഹാപ്പി ജേണി, 10:30 ലോക്കൽ കോൾ, അങ്ങനെ വേട്ട, അങ്ങനെ ഒരുപാട് സിനിമകൾ എഴുതിയതിന് ശേഷം സുഖമാണ് ഡയറക്റ്റ് ചെയ്തിട്ട് സിനിമ വരാൻ പോവാണ്. അപ്പം ഇന്റർവ്യൂ നിർത്തുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ആരോടെങ്കിലും ചോദിക്കാൻ ആഗ്രഹമായിട്ട് ചോദിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും സുഖമാണോ എന്ന് ചോദിക്കാൻ താല്പര്യം ഉണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് നടന്നിട്ടില്ല. സുഖമാണോ എന്ന് ചോദിക്കാൻ ആരോടെങ്കിലും താല്പര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലേ?
അത് മേ ബി ഒരു സെലിബ്രിറ്റി ആയിരിക്കും അല്ലെ? അതാണ് അങ്ങനെ ആരോടെങ്കിലും എനിക്ക് എൻ്റെ അടുത്താണോ? അതെ പറഞ്ഞാൽ എല്ലാരോടും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയും അച്ഛനോട് ചോദിക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടാവും. എനിക്ക് പലപ്പോഴും കുറച്ചും കൂടെ അച്ഛനടുത്ത് ക്ലോസ് ആവണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഞാനൊരു ഭയങ്കര ക്ലോസ് അതെല്ലാം ആണ്. പക്ഷെ അമ്മയായിട്ടുള്ളൊരിതുണ്ടല്ലോ, അമ്മയെ നമ്മൾ പോയി കെട്ടിപ്പിടിക്കും എല്ലാം ചെയ്യും. പക്ഷെ അച്ഛനോട് നമ്മള് അത് എനിക്ക് എല്ലാ വീട്ടിലും മാമ്പിള്ളേർക്കുള്ളൊരു സാധനമുണ്ട്. ഓക്കെ അല്ലേ അമ്മയെ നമ്മൾ ചോദിക്കും എന്താ പണങ്ങിയിരിക്കുന്നത്, എന്ത് വിഷമാണോ, അച്ഛനോട് ചോദിക്കാൻ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സുഖമാണോ എന്നുള്ള, എനിക്ക് ഒരു ഔപചാരികതയുടെ കാര്യത്തിനപ്പുറം സുഖമാണോ എന്ന് ചോദിക്കുന്നതിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട്. അപ്പോൾ അവരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല. ഞാൻ വിഷ്ണു പറഞ്ഞാല് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാൻ ഉള്ളൊരു എപ്പോഴും സംസാരിക്കണം ആയിരിക്കും. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നമ്മള് ചിലപ്പം ചില ഫ്രണ്ട്ഷിപ്സ് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ കൂടെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല. അത് നല്ല രീതിയിൽ എൻഡ് ചെയ്തതാവാം, അല്ലെങ്കിൽ ടൈം കൊണ്ട് കണക്ഷൻ വിട്ടുപോയതാവാം. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഒരു കാരണമില്ലാണ്ട് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ എൻഡായ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവരോട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവരെ ഭയങ്കര ഫോണ്ടായാണ് അവരെ പറ്റി ആലോചിക്കുന്നത്. പക്ഷെ അവർ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരു ലോങ്ങിങ് ഉണ്ട് അറിയാൻ വേണ്ടി അവർ ഓക്കെ ആണോ, എന്താണ് അവർ ജീവിതത്തിൽ നടക്കുന്നത്, അവർ ഓക്കെ ആണോ. പക്ഷേ അറിയാം നമ്മൾ രണ്ടുപേരും വിൽ ബി ലൂസിങ് റെസ്പെക്ട്. തിരിച്ചു പോയി പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പിന്നെയും റീഇഗ്നൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദാറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ് ഓൾസോ. പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വിചാരിക്കും ഇവർ ഓക്കെ ആണോ, ഇവർ ഈ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മളത് പിന്നെ കാണും. അവർ എവിടെയെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലൊക്കെ കാണുമ്പോൾ അപ്പോൾ ഓർക്കോ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടല്ലോ, അവർ അച്ചീവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇറ്റ് ഈസ് വെരി ബിറ്റർ സ്വീറ്റ്. കാരണം നമുക്ക് അത്രയും ഒരാളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ നമ്മൾ മനസ്സ് തന്നെ ചോദിക്കുകയാണ്. നമ്മളായി വേണമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മുടെ മനസ്സ് തന്നെ ചോദിക്കാം ഇവർ ഓക്കെ ആണോ. പക്ഷെ അറിയാം റിയൽ വേൾഡ് സിനാരിയോയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം റിയാലിറ്റിയിൽ അത് ചോദിക്കുന്നതിനോട് വലിയ കാര്യമില്ല. കാരണം അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും സുഖമാണ്. നമുക്ക് ഫെബ്രുവരി 13 തിയേറ്ററിൽ തന്നെ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think Oxygen. Oxygen, the smartphone expert.